ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം ഉള്ള ഒരു ലോഡ്ജിൽ റൂം എടുത്ത് താമസിക്കുകയായിരുന്ന യുവതിയും അതുപോലെ തന്നെ പ്രസവത്തിന് ശേഷം നവജാത ശിശുവും മരിച്ച സംഭവത്തിൽ ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും തുടരുകയാണ്. ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഉച്ചയ്ക്ക് ഏകദേശം 2:30 ഒരു യുവതിയും അതുപോലെ തന്നെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറും KSRTC സ്റ്റാൻഡിന് സമീപമുള്ള നിയറസ്റ്റ് ലോഡ്ജ് എന്ന് പറയുന്ന സ്ഥലത്ത് 108 നമ്പർ റൂം അവിടെ പോയിട്ട് വാടകയ്ക്ക് എടുക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ശരിയാക്കി കൊടുത്ത ശേഷം പുറത്തുപോയി ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം അദ്ദേഹം ഈ യുവതിയെ റൂമിൽ കൊണ്ടുപോയി വിടുകയാണ്. ഈ യുവതിയുടെ പേര് എടമുട്ടം സ്വദേശിയായ 30 വയസ്സുകാരിയായ ജ്യോതി എന്നാണ് ഈ സഹോദരിയുടെ പേര്. അവിടെ വന്ന് എല്ലാ രേഖകളും കൈമാറുന്നു. അതിനുശേഷം റൂം എടുത്തതിന് ശേഷം ഇദ്ദേഹം ഈ ഓട്ടോറിക്ഷക്കാരൻ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇതിൻ്റെ മുന്നേയും ഈ യുവതി അവിടെ വന്ന് റൂം എടുത്തത് കൊണ്ട് അവർക്ക് ഇവരെ പരിചയമുണ്ട് എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ റൂം തരപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം. അതിനുശേഷം യുവതി റൂമിലേക്ക് പോവുകയാണ്. യുവതി റൂമിലേക്ക് പോയതിന് ശേഷം പിറ്റേ ദിവസവും ഈ ഓട്ടോറിക്ഷക്കാരൻ അവിടെ വരുന്നുണ്ട്, പരിചയം പുതുക്കുന്നുണ്ട്, പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട്. തിരിച്ച് യുവതി വീണ്ടും റൂമിലേക്ക് പോവുകയാണ്. 3-ാമത്തെ ദിവസമാണ് യുവതി രാവിലെ വിളിച്ചതിന് ശേഷം എഴുന്നേൽക്കുന്നില്ല, അല്ലെങ്കിൽ ഫോൺ റിങ് ചെയ്തിട്ട് എടുക്കുന്നില്ല എന്ന് ഒരു പരാതി പറഞ്ഞുകൊണ്ട് ഈ ഓട്ടോറിക്ഷക്കാരൻ 4-ാമത്തെ ദിവസമാണ് ആ റിസപ്ഷനിൽ വന്നിട്ട് ആളോട് കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം പോലീസിൽ വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം തന്നെ അങ്ങോട്ട് പറയുകയാണ്. അതിനുശേഷം പോലീസിൽ വിവരങ്ങൾ അറിയിക്കുന്നു. പക്ഷേ വാതിൽ അകത്ത് നിന്ന് പൂട്ടിയതിനാൽ തുറക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അങ്ങനെ ഫയർഫോഴ്സിൻ്റെ സഹായം തേടുകയാണ്. വാതിൽ അടിച്ചു പൊളിച്ചതിന് ശേഷമാണ് അകത്തേക്ക് കടന്നത്. അകത്തേക്ക് കടന്ന പോലീസുകാർ തീർച്ചയായിട്ടും ഞെട്ടി എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ഈ 30 വയസ്സുകാരിയായ ജ്യോതി എന്ന് പറയുന്ന യുവതി അവിടെ മരിച്ചു കിടക്കുകയാണ്. അതിലും വലിയൊരു അന്താളിപ്പ് പോലീസിനുണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ ആ മരിച്ചു കിടക്കുന്ന ജ്യോതിയുടെ അരികിലായിട്ട് ഒരു ശിശു, തീർച്ചയായിട്ടും അതും മരണപ്പെട്ട് കിടക്കുന്നതാണ്, നവജാത ശിശു മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. പോലീസ് തീർച്ചയായിട്ടും ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. കാരണം അന്ന് രാത്രി തന്നെ പ്രസവം നടന്നിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പോലീസുകാർ മനസ്സിലാക്കുന്നത്. കാരണം പെട്ടെന്നുള്ള ഒരു പ്രസവത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാക്കാം. കാരണം മറുവിൽ അടക്കം വേർപെടുത്തി ഈ രക്തത്തിലൊന്നും കുളിച്ച രീതിയിലായിരുന്നില്ല മൃതശരീരം എന്നാണ് പറയുന്നത്. ഈ യുവതി കിടക്കുന്ന കിടപ്പ് എന്ന് പറഞ്ഞാൽ വസ്ത്രങ്ങളൊന്നുമില്ലാതെ വിവസ്ത്രയായിട്ടാണ് അവിടെ കിടക്കുന്നത് പോലീസിനെ കണ്ടത്. പക്ഷേ പോലീസിന് ഈ ഓട്ടോറിക്ഷക്കാരനെയായിരുന്നു സംശയം. പക്ഷേ ഒരു കൊലപാതകമാകാനുള്ള എല്ലാ സാധ്യതയും പോലീസ് അന്വേഷിച്ചിരുന്നു. യാതൊരു കാരണവശാലും കൊലപാതകം ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നില്ല. കാരണം CCTVകളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ റൂം അകത്ത് നിന്ന് പൂട്ടിയതിനാൽ തീർച്ചയായിട്ടും പോലീസിന് അത്തരത്തിലുള്ള ഒരു സംശയത്തിലേക്ക് പോകാൻ വേണ്ടി സാധിച്ചില്ല. അതിനുശേഷം ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഓട്ടോറിക്ഷക്കാരൻ വാവട്ടി സ്വദേശിയായ ഒരാളാണ്. അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു, ചോദ്യം ചെയ്യുന്നു. അദ്ദേഹം ഒരു ദിവസം അവിടെ വരാതിരുന്നിട്ടുണ്ട്. എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഓട്ടോറിക്ഷ മദ്യം കഴിച്ചതിന് ശേഷം ഓടിച്ചു പരിക്ക് പറ്റിയതിനെ കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അതിൻ്റെ രേഖകളെല്ലാം പോലീസിനെ കാണിക്കുന്നുണ്ട്. എന്താണ് പറ്റിയതെന്ന് എനിക്കറിയില്ല എന്നും ഞാൻ ഫോൺ വിളിച്ചപ്പോൾ യാതൊരു പ്രതികരണവും ഇല്ലാതെ വന്നപ്പോഴാണ് ഞാൻ നേരിട്ട് ഇങ്ങോട്ട് വന്നത് എന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും അതുപോലെ തന്നെ വന്നതിന് ശേഷം പോലീസ് 100% അദ്ദേഹത്തിൻ്റെ മൊഴിയെ വിശ്വാസത്തിലെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഏതായാലും ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ന് പറയുന്ന വ്യക്തി 2024 ഈ യുവതിയെ ബലമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈ യുവതി തന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൻ്റെ മുന്നേ ഈ യുവതിയുമായിട്ട് ഇദ്ദേഹത്തിന് ഒരു കേസുണ്ടായിരുന്നു. അതിനുശേഷം ഈ യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ചാണ് ആ കേസിൽ നിന്ന് ഇദ്ദേഹം ഊരിപ്പോകുന്നത് എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പിന്നെ ഈ യുവതി ഗർഭിണിയായിരുന്നു എന്ന് പറയുന്നത് എനിക്കറിയില്ല എന്നുള്ള ഒരു മൊഴി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഏതായാലും അതിൽ പോലീസിന് സംശയമുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ എന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹവും ഈ യുവതിയും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ഒഴിവാക്കി പോയത് കൊണ്ട് തന്നെയാണ് ആ യുവതി ഇതിന് മുന്നേ കേസ് കൊടുത്തത്. അത് ഏതായാലും പിന്നീട് പിൻവലിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷവും ഇവർ സൗഹൃദം തുടർന്നു എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതായാലും കൊലപാതകത്തിനുള്ള ഒരു സാധ്യത ഈ ഒരു കാര്യത്തിലില്ല. ഏതായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്ന മുറക്ക് ഏതായാലും അതിലൊരു തീരുമാനമെടുക്കാൻ വേണ്ടി പോലീസിന് സാധിക്കും. ഏതായാലും ഇപ്പോൾ ഇൻക്വസ്റ്റിംഗ് റിപ്പോർട്ടും അതുപോലെ തന്നെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയും വെച്ചുകൊണ്ടാണ് പോലീസ് ഏതായാലും പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തുന്നത്. ഏതായാലും യുവതി തനിയെ മരിച്ചത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പോലീസിന് സാധിക്കുന്നത്. ഏതായാലും ഈ പ്രസവത്തിനൊക്കെ ശേഷം കിട്ടേണ്ട ചികിത്സ
ഒരു പ്രഥമ ശുശ്രൂഷ ഏതായാലും യുവതിക്കും ഈ കുട്ടിക്കും കിട്ടേണ്ടതായിരുന്നു. അത് കൊടുക്കാൻ വേണ്ടി അവിടെ നിന്ന് സാധിച്ചിരുന്നില്ല. കാരണം കുട്ടിയുടെ കരച്ചിൽ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സൗണ്ടോട് കൂടിയിട്ട് TV ഓൺ ചെയ്ത് വെക്കുകയും ആ യുവതി ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ആൾക്കാർക്ക് നിലവിളിയോ അല്ലെങ്കിൽ അത്തരത്തിൽ ശബ്ദങ്ങളോ ഒന്നും തന്നെ പുറത്തേക്ക് കേൾക്കാനും സാധിച്ചിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഏതായാലും യുവതി പ്രസവിച്ച ശേഷം ആ കുട്ടിയെ കൊന്നതിന് ശേഷം മരിച്ചതാണോ, ഇനി താനേ മരിച്ചതാണോ, അത് മൂക്കിൽ നിന്ന് രക്തം വന്ന രീതിയിലാണ് അവിടെ മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടത് എന്നാണ് പോലീസിൻ്റെ പ്രാഥമിക മൊഴി. ഏതായാലും ഈ ഒരു കാര്യത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിലൊരു ദുരൂഹത ഏതായാലും മണക്കുന്നുണ്ട്. കാരണം ഈ ഒരു കാര്യം എന്ന് പറയുന്നത് 2024 ഞാൻ പറഞ്ഞതുപോലെ തന്നെ യുവതി ഈ ഓട്ടോറിക്ഷ ഡ്രൈവർക്കെതിരെയായിട്ട് പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ ബലമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം കുട്ടിയുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അത് ഏതായാലും ഞാൻ പറഞ്ഞതുപോലെ പിൻവലിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏതായാലും ഈ ഓട്ടോറിക്ഷ ഡ്രൈവർ ഈ യുവതിയുടെ കാമുകനാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ദിവസം വരികയും പോവുകയും എല്ലാം ചെയ്യുന്നതും ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുകയും അവിടെ വന്നതിന് ശേഷം 2 ദിവസവും പുറത്തുപോയി ഭക്ഷണം കഴിച്ചതിന് ശേഷം അവിടെ കൊണ്ടുവിട്ടതും എല്ലാം തന്നെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അദ്ദേഹത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ് ഇപ്പോൾ അന്വേഷണവുമായിട്ട് പോലീസ് മുന്നോട്ട് പോകുന്നത്. ഏതായാലും നാളത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി പുറത്തു വരുന്ന സമയത്ത് എന്താണ് മരണകാരണം എന്ന കാര്യത്തിൽ ഏതായാലും ഒരു തീരുമാനം ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും ഒരു കൊലപാതകമല്ല എന്ന രീതിയിൽ തന്നെയാണ് പോലീസിനെ മനസ്സിലാക്കുന്നത്. കാരണം വാതിൽ അകത്ത് നിന്ന് പൂട്ടിയത് കൊണ്ട് അതിനുള്ള ഒരു സാധ്യത തീരെ ഇല്ല എന്ന് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഏതായാലും ഈ ഒരു കാര്യത്തിൽ നമുക്ക് വരും ദിവസങ്ങളിൽ പുറത്തു നിന്നുള്ള വാർത്തകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ ആ യുവാവിനെയും ആ യുവതിയെയും ഹോസ്റ്റലിലെല്ലാം വരുന്നത് നിങ്ങൾ CCTV ദൃശ്യങ്ങളെല്ലാം ഇതിന് മുന്നേ ഞാൻ വെച്ചിരുന്നു. തീർച്ചയായും നിങ്ങളത് കണ്ടു കാണും. ഏതായാലും ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.